പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരാണ് 12 ആഴ്വാന്മാർ. അതിൽ ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ, ആണ്ടാളമ്മ. ഭഗവാന്റെ തുളസിയാണ്, ഭഗവാനെ പൂജിക്കുന്ന ഒരു തുളസിയാണ് ആണ്ടാളമ്പയായി ജനിച്ചതെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ നായനാർമാര്, അവരിൽ ഒരാളായി കണ്ണപ്പ നായനാര് വെറും ഒരു വേടനാണ്. നോക്കൂ, ഭഗവാൻ നോക്കുന്നത് ആ ആത്മസമർപ്പണാണ്, നമ്മുടെ ശുദ്ധിയാണ് നോക്കുന്നത്. അതുപോലെ മറ്റൊരു കഥയുണ്ട്, വ്യാധന്റെ കഥ. ശിവപുരാണത്തിൽ പറയണതാണ്. അതായത് വ്യാധൻ ഒരു കാടൻ തന്നെയായിരുന്നു, വേടനായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ നായാട്ടുകളൊക്കെ ചെയ്ത് മൃഗങ്ങളെയൊക്കെ കൊന്ന്, പക്ഷെ ആ ഹരത്തില് രാത്രിയായത് അറിഞ്ഞില്ല. അപ്പൊ നോക്കുമ്പോ എല്ലാ മറ്റേ വ്യാഘ്രങ്ങളും ഇങ്ങനെ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് അദ്ദേഹത്തെ പിറകെ ഓടി വരിക. അപ്പൊ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടി അദ്ദേഹം ഒരു കൂവള വൃക്ഷത്തിന്റെ മുകളിൽ ഓടി കയറി എന്നാ പറയണ. വ്യാധൻ കൂവള വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരുന്നു. ആ രാത്രി മുഴുവൻ എങ്ങനെയെങ്കിലും തള്ളി നീക്കണം. ചുറ്റുപറമ്പ് നോക്കുമ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഉലാത്തുകയാണ്. ഒന്ന് താഴെ വീണാൽ അദ്ദേഹത്തെ കടിച്ചു കീറി തിന്നും. അപ്പൊ എങ്ങനെയെങ്കിലും രക്ഷ നേടണം. അപ്പൊ ഉറങ്ങാൻ പാടില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് ഉറങ്ങിയാൽ താഴെ വീണാൽ കരടിയോ പുലിയോ തിന്നും. അപ്പോ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൂവള ഇല പറിച്ചിട്ട് താഴത്തേക്ക് ഇടും, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇലയെല്ലാം വന്ന് വീണത് താഴത്തൊരു ശിവലിംഗം ഉണ്ടായിരുന്നു അത്രേ, അതിന്റെ മുകളിലായിരുന്നു വന്ന് വീണത്. മാത്രല്ല അന്നത്തെ രാത്രി മഹാശിവരാത്രിയായിരുന്നു. അങ്ങനെ അറിയാണ്ട്, ശിവരാത്രിയാണെന്നൊന്നും അറിയാണ്ട് ഉറക്കൊഴിഞ്ഞ് ഭഗവാന് കൂവള ഇല കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാ പറയണത്. അദ്ദേഹം മരണാസന്നനായി മാറുമ്പോ യമദൂതന്മാര് വരുമ്പോ ശിവഭൂതഗണങ്ങൾ വന്ന് പറയും, ഇദ്ദേഹത്തിന്റെ ആത്മാവ് കൈലാസത്തിലേക്കാണ് പോവേണ്ടത്. കാരണം ഇദ്ദേഹം ഒരു രാത്രി മുഴുവനും ശിവരാത്രി വ്രതം അറിയാണ്ട് ആചരിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം ഭൂതഗണങ്ങളിൽ ചേരേണ്ട ആളാണ് എന്ന് പറഞ്ഞ് യമദൂതന്മാരുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോവാണ് ശിവലോകത്തേക്ക്. അപ്പൊ നോക്കൂ, ഭഗവാൻ നമ്മൾ അറിയാതെ ചെയ്യണം. നമ്മൾ പലപ്പോഴും പലരും ചോദിക്കും, ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യണു, നന്മ ചെയ്യണു, ഞാൻ എന്ത് നല്ലതാ ആളുകൾക്ക് ചെയ്യണം പറയുകയും ചെയ്യണത് അല്ലെ ചിന്തിക്കുന്നു, എന്നിട്ട് ആരും എന്നെ തിരിച്ചറിയണില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, അറിയേണ്ട ആളെല്ലാം അവിടെ എഴുതി വെക്കുന്നുണ്ട്, അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ഫലം അത് നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ നൽകിയിരിക്കും. അതുപോലെ പാപങ്ങൾക്ക്, ദുഷ്കർമ്മങ്ങൾക്ക് തീർച്ചയായും ഫലം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആരും കാണുന്നില്ലല്ലോ, നമ്മുടെ സൽക്കർമ്മങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ലല്ലോ എന്ന് വേദനിക്കേണ്ട ഒരു കാര്യമില്ല. ഭഗവാൻ അറിയാതെ ചെയ്ത ഒരു നല്ല പ്രവൃത്തിക്ക് കൂടിയും നന്മ തരുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്.